മുംബൈക്ക് ഉല്ലാസ് നഗർ പോലെയാണ് കേരളത്തിന് കുന്നംകുളം. ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മാണത്തിന്റെ പേരിൽ പതിഞ്ഞുപോയ കുപ്രസിദ്ധി. ഈ ചാപ്പയ്ക്ക് വല്ല കഴമ്പുമുണ്ടോ? കുന്നംകുളത്ത് ഡ്യൂപ്ലിക്കേറ്റ് വസ്തുക്കൾ നിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിട്ടില്ല. ഉണ്ടായത് മുഴുവൻ പ്രിന്റിങ്ങിലാണ് മാനിപ്പുലേഷൻസ് ഒക്കെ ഉണ്ടായത്. കുന്നംകുളത്തിന്റെ വ്യാപാരം എന്ന് പറയുന്നത് ഒരു 14 നൂറ്റാണ്ട് മുതലെങ്കിലും കുന്നംകുളം വലിയ ടൗണായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 17 നൂറ്റാണ്ടിലെ 18 നൂറ്റാണ്ടിലൊക്കെ കുന്നംകുളം വലിയ അങ്ങാടിയായിരുന്നു എന്ന് യൂറോപ്യൻ വിവരണങ്ങൾ തന്നെയുണ്ട്. കുന്നംകുളം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ചരിത്രമുള്ള ഒരു ചെറിയ പട്ടണമാണ്. 3300 വർഷം പഴക്കമുണ്ട് അവിടുത്തെ ഗുഹകൾക്ക്, അതുപോലെ കുടക്കല്ലുകൾക്ക്. നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഇത്രയും അധികം കഥകളും യാഥാർത്ഥ്യങ്ങളും ഉള്ള യഥാർത്ഥ ചരിത്രമുള്ള ചെറുപട്ടണങ്ങൾ വലിയ നഗരങ്ങൾക്കുണ്ടാവും, ചെറുപട്ടണങ്ങൾ വളരെ കുറവാണ്. പിന്നെ കുന്നംകുളത്തിൻ്റെ ഒരു ബ്യൂട്ടിയാണ് അത്. സാധാരണ കുന്നംകുളത്തെ നമ്മുടെ റോഡ് മാർഗ്ഗം യാത്ര ചെയ്യുന്നവർക്ക് കാണാൻ കഴിയില്ല. കുന്നംകുളത്ത് വെട്ടിക്കടവ് എന്നുകൊണ്ട് സ്ഥലമുണ്ട്. ആ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ അത് വെട്ടിയെടുത്ത കടവാണ്. എന്നോട് കണിപ്പേർ നമ്പൂതിരിപ്പാട് പറഞ്ഞത് അവരുടെ കാരണവന്മാർ മുറജപത്തിന് ഇവിടെ തിരുവനന്തപുരത്തേക്ക് വന്നിരുന്നത് ഈ വെട്ടിക്കടവിൽ നിന്നും വഞ്ചി കയറിയിട്ട്, അല്ലെങ്കിൽ അന്നത്തെ ഹൗസ് ബോട്ടുകൾ കയറിയിട്ട് അവർ യാത്ര ചെയ്ത് എത്രയോ ദിവസം കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തുമായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തേക്കും വടക്കോട്ട് വടകര വരേക്കും പോകാനുള്ള കനോലി കനാല് ഞങ്ങളുടെ ഈ ഇതിനകത്തേക്ക് വെട്ടിയെടുത്തിരിക്കുകയാണ്. അതിനാണ് 100 അടി തോട് എന്ന് വിളിക്കുന്നത്. കുന്നംകുളം എന്ന് പറയുന്നത് ഇപ്പോൾ അറിയപ്പെടുന്ന സ്ഥലം ഒരു കച്ചവടത്തിൻ്റെ ഒരു കേന്ദ്രം എന്നുള്ളത് അങ്ങാടി, കുന്നംകുളങ്ങാടി, കുന്നംകുളങ്ങര അങ്ങാടി 1880 കാലത്തൊക്കെ തന്നെ കുന്നംകുളത്ത് പ്രിന്റിംഗ് പ്രസ്, പാറയമേൽ വീട്ടിലാണ് പ്രിന്റിംഗ് പ്രസ്. അവിടെ അന്ന് വീടിനകത്ത് കുഴിച്ചിട്ടൊക്കെയാണ് പ്രസ് സ്ഥാപിച്ചത്. കട്ട് ഉയരം കുറവായ കാരണം. അപ്പോൾ ഈ പ്രസ് നിൽക്കൂല അത്ര ഹൈറ്റിൽ, എന്നാലും അതിൻ്റെ താഴ്ത്ത അതിൻ്റെ ഉള്ളിലാണ്. you